സെൽവമണി സെൽവരാജിൻ്റെ കാന്ത കണ്ടു. ദുൽഖറും സമുദ്രകനിയും തകർത്തഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസിന് മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ഒരു ത്യാഗരാജ ഭാഗവതരുടെ കുടുംബം കൊടുത്ത കേസ്. അവസാനം ഹൈക്കോടതിയിൽ അവരത് ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തത്. കാരണം ഇതൊരു ഫ്യൂഷൻ സിനിമയാണെന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു, ഇത് ഒരാളുടെ കഥയെ ആസ്പദമാക്കിയല്ല ചെയ്യുന്നതെന്ന്. എന്തായാലും ത്യാഗരാജ ഭാഗവതരുടെ കഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കഥ കേൾക്കുമ്പോൾ ഏകദേശം തോന്നാറുണ്ട്. അയ്യയും TK മഹാദേവൻ എന്ന സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള സംഘർഷഭരിതമായ രംഗങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളം. അയ്യയായി സമുദ്രഖനിയും മഹാദേവൻ എന്ന സൂപ്പർ സ്റ്റാറായി ദുൽഖറും നിറഞ്ഞാടുകയാണ്. അവർ തമ്മിൽ അയ്യയാണ് മഹാദേവനെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് വലിയ സൂപ്പർ സ്റ്റാർ ആയപ്പോൾ അവർ തമ്മിൽ ചില ഈഗോസ് ഉണ്ടാകുകയും ഈ അയ്യ ദുൽഖർ എന്ന് പറയുന്ന മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ തള്ളിപ്പറയുകയും പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അവിചാരിതമായി ഇവർ ഒരു സിനിമയിൽ ഒന്നിക്കേണ്ടി വരുമ്പോൾ അവിടെ നടക്കുന്ന സംഘർഷഭരിതമായ രംഗങ്ങളും അതിനിടയിൽ നടക്കുന്ന ഒരു കൊലപാതകവുമൊക്കെയാണ് ഈ സിനിമയുടെ കഥാചുരുക്കം. രണ്ടാം പകുതിയിൽ റാണ ദുഗുപട്ട ഒരു പോലീസ് ഓഫീസറായി ഈ കേസ് അന്വേഷിക്കാൻ വരുന്നതും ഒരു പുതുമ തന്നെയായിരുന്നു. ദുൽഖറും റാണ ദുഗുപട്ടയും ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ഇത്രയും കാശ് മുടക്കി ദുൽഖർ അഭിനയിക്കണമെങ്കിൽ ആ സിനിമയിൽ ദുൽഖറിനുള്ള വിശ്വാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സിനിമയിലെ യഥാർത്ഥ ത്യാഗരാജ ഭാഗവത കഥ പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പാട്ടിനെ ഒരുപാട് ഇഷ്ടമുള്ള, പാടാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എപ്പോഴും പാട്ട് മാത്രം ശ്രദ്ധിച്ചിരുന്നു, പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതിരുന്നു. അങ്ങനെ വീട്ടിൽ എപ്പോഴും അച്ഛനും ആ കുട്ടിയും തമ്മിൽ വഴക്കാവുകയും അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയെ പാട്ട് പാടിയതിൻ്റെ പേരിൽ അച്ഛൻ തല്ലുകയും ചെയ്തതിൻ്റെ ഫലമായി ആ കുട്ടിയെ നാടുവിട്ടു പോകുന്നു. പിന്നെ വളരെ കഷ്ടപ്പെട്ട് അച്ഛൻ ആ കുട്ടിയെ കണ്ടുപിടിക്കുമ്പോൾ ആ കുട്ടി കുറേ ആൾക്കാരുടെ ഫ്രണ്ടിലിരുന്ന് ഒരു കച്ചേരി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം ആ കുട്ടിയോട് ഇനി ഒരിക്കലും അച്ഛൻ പാട്ട് പാടുന്നതിന് വഴക്ക് പറയില്ല എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ആ കുഞ്ഞ് ഒരു ഭജന ട്രൂപ്പ് ആരംഭിക്കുകയും ആ ഭജന ട്രൂപ്പ് വളർന്ന് വലുതാകുകയും ആ ഭജന ട്രൂപ്പിലെ ആ പാട്ട് കേട്ട് ഒരു പണക്കാരനായ ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത സിനിമയിലേക്ക് ഈ കുട്ടിയെ നായകനായി കൊണ്ടുവരികയുമാണ് ചെയ്തത്. ത്യാഗരാജൻ്റെ ആദ്യ സിനിമ തന്നെ വൻ ഹിറ്റായി തമിഴ്നാട്ടിൽ. അത് കഴിഞ്ഞ് അഭിനയിച്ച എല്ലാ സിനിമകളും തുടരെ വിജയങ്ങളായി. ത്യാഗരാജൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു വലിയ സൂപ്പർ താര പദവിയിലേക്ക്, അന്ന് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദമില്ല, അത്രയും വലിയൊരു താര പദവിയിലേക്ക് ഉയർന്നു. ഒരു വലിയ ബംഗ്ലാവും അന്നത്തെ വിലപിടിപ്പുള്ള കാറുകളും വളരെ പണക്കാരൻ്റേതായ ഒരു ലുക്കിലായിരുന്നു ത്യാഗരാജൻ്റെ നടപ്പും എല്ലാം. അന്ന് ത്യാഗരാജനെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരോടെല്ലാം ത്യാഗരാജന് ഒരു ചെറിയ അകൽച്ചയുമൊക്കെ ഉണ്ടായതും ഒരു ഈഗോ ക്ലാഷുകളൊക്കെ ഉണ്ടായി. പടർന്ന് പന്തലിച്ചിരുന്ന ത്യാഗരാജനെ അവിചാരിതമായി ഒരു കൊലക്കുറ്റത്തിൽ അകപ്പെടുകയും ആ കേസ് പ്രകാരം അദ്ദേഹം ജയിലിലേക്ക് പോവുകയും ആ ജയിൽ വാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് തൻ്റെ സ്വത്തെല്ലാം ഈ കേസ് പറയുന്നതിന് വേണ്ടി നഷ്ടപ്പെടുകയും തിരിച്ചു വന്ന് ചെയ്ത 2 ചിത്രങ്ങളും പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി അയാൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവുകയാണ് ഉണ്ടായത്. അവിടുന്ന് അയാൾ അവശനായി, ശരിക്കും സ്വർണ്ണപാത്രത്തിലാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അവിടുന്ന് അയാൾ ജയിലിലേക്ക് പോകുമ്പോൾ ഏറ്റവും ദരിദ്രനായി മാറുന്നതും തിരിച്ച് അയാൾ അസുഖം നിമിത്തം ഒരു ഹോസ്പിറ്റലിലെത്താൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നതായി കേട്ടിട്ടുണ്ട്. പണ്ടിവിടെ ഞാൻ വന്നിറങ്ങുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ എന്നെ കാണാൻ നിന്നിരുന്നു, ഇന്ന് ഞാൻ ഒറ്റയ്ക്കായി, എന്നെ ആരും തിരിച്ചറിയുന്ന പോലുമില്ല എന്ന്. അവിടുന്ന് തമിഴ് സിനിമയുടെ മുഖങ്ങൾ മാറി, തമിഴിൽ പുതിയ പുതിയ സൂപ്പർ താരങ്ങളുണ്ടായി, ഇന്നത്തെ തമിഴ് സിനിമ ഉണ്ടായി. പക്ഷേ ഈ തമിഴ് സിനിമയിലെ ഇന്നത്തെ സൂപ്പർ താരങ്ങളുടെയും ഈ താരാരാധന തുടങ്ങുന്നത് ത്യാഗരാജനിൽ കൂടെ തന്നെയാണ്. അത് ഈ സിനിമയുടെ കഥയുമായി എവിടെയൊക്കെയോ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചാണ് അന്ന് ആ കുടുംബം അവിടെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. എന്തു തന്നെ ആയാലും ആ കഥയും ഈ സിനിമയിലെ കഥയുമായി ഏകദേശം ഒരു ബന്ധമൊക്കെ തോന്നും. പക്ഷേ ആ കഥയെ 1950കളുടെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള ആ വേർതിരിവെല്ലാം വളരെ വൃത്തിയായി സംവിധായകൻ ഇതിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാൻ, അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രമെന്ന് തന്നെ പറയാം. കാരണം
ഓരോ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ചാണോ ജീവിച്ചാണോ തീർത്തതെന്ന് നമുക്ക് സംശയം തോന്നും. അദ്ദേഹം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറയുന്ന കുറേ രംഗങ്ങളും ക്ലൈമാക്സിലെ രംഗങ്ങളുമെല്ലാം അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലെ മികവിനെ വിളിച്ചോതുന്നതാണ്. പിന്നെ എതിർവശത്ത് നിൽക്കുന്നത് സമുദ്രഖനിയാണ്. ഒരു സമുദ്രം തന്നെയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ സമുദ്രഖനി. അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനുകളെല്ലാം പിന്നെ ദുൽഖറിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകളുമെല്ലാം വളരെ മികച്ച ഒരു അഭിപ്രായമാണ് തിയേറ്റർ റെസ്പോൺസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ കുറേ ആൾക്കാരുടെ നാടകങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ച് കുറച്ച് ലാഗുണ്ട്. പക്ഷേ രണ്ടാം പകുതി കഥ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് പോവുകയാണ്. ആ രണ്ടാം പകുതിയിൽ ചില പൊരുത്തക്കേടുകളുണ്ടെങ്കിലും ക്ലൈമാക്സ് അതിഗംഭീരമായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സിലാണ് സംവിധായകൻ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് കാന്ത. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് കാണാൻ ശ്രമിക്കുക.